നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയുമാണ്. കഴിഞ്ഞുപോയ കുറേ കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ വിരാമമിട്ടുകൊണ്ട് ഇനി ഇവർക്ക് വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയിലേക്ക് പോകുന്നതായിരിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യുന്നു, ക്ഷേത്രദർശനം നടത്തുന്നു, ജ്യോതിഷന്മാരെ പോയി കാണുന്നു. എന്നിട്ടൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു മേൽഗതിയും ഉണ്ടാകുന്നില്ല. ചെന്ന് കാണുമ്പോഴൊക്കെ തനിക്കൊരു കുഴപ്പവുമില്ലെന്നും തൻ്റെ ജാതകവശാൽ രാജയോഗമാണെന്നും ഒക്കെയാണ് അറിയുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും തനിക്കൊരു ഉയർച്ച വന്നു ചേരാത്തത്? തൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട്. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഒത്തിരി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്കിനി നേടിയെടുക്കാൻ സാധ്യമാകും. അങ്ങനെയുള്ള 9 നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ, ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്കൊരു വലിയ മാറ്റം വരുവാനുള്ള കാരണം ഇവരുടെ ഗൃഹസ്ഥിതി നന്നാവുന്നു എന്നത് തന്നെയാണ്. ഇന്ന് ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില വസ്തുതകൾ എനിക്ക് മനസ്സിലായി. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരു അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും കാലം വന്നു ചേരുകയാണ് എങ്കിൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഒരു 10-20 വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരില്ല. ഇവർ ആത്മാർത്ഥമായി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. ശരിയായി വരും. എല്ലാ രീതിയിലും വളരെ വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ കാത്തിരിപ്പുണ്ട്. ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ്. ഇതിനകത്ത് ലോട്ടറി ഭാഗ്യമുണ്ട്, പുതിയ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമുണ്ട്, പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും ഒരുപാട് നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. അതിൽ പ്രധാനമായും ഒത്തിരി ഗുണാനുഭവം ലഭിക്കുന്ന 3 നക്ഷത്ര ജാതകർ ഇവരാണ് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും. ഇവരെ സംബന്ധിച്ച് 2-ൽ വ്യാഴവും, 3-ൽ കുജനും, 4-ൽ ബുധനും, 5-ൽ ആദിത്യനും, 6-ൽ ശുക്രനും കേതുവും, 11-ൽ ശനിയും, 12-ൽ രാഹുവുമാണ് ഗൃഹസ്ഥിതി. ധനനഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഇവർക്കുണ്ടായിട്ടുണ്ട്. വിഷമിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിപ്പേറി ജീവിക്കുന്നവർ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർ. എന്നാൽ ഇവർക്ക് ഒരു വലിയ നേട്ടം, വലിയൊരു സൗഭാഗ്യം ഇവരുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. അതൊരു ലോട്ടറി ഭാഗ്യത്തിൻ്റെതാകാം, അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്നതിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നതിനെ കുറിച്ചാകാം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. ധനാഗമനത്തിൻ്റെ സമയമാണ്. പണം പല വഴിയിലൂടെയും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. പല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവരൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച ഇവർക്ക് വന്നു ചേരും. കടമൊന്നും വാങ്ങി ഇവർ ബിസിനസ്സിൽ മുതൽ മുടക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇവർക്ക് വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. അതായത് ധന അഭിവൃദ്ധിയുടെ മെയിൻ തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും. ഇനി ഇവരുടെ സന്തോഷത്തിൻ്റെ നാളുകൾ. പല വിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഒരു വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്ന അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അത് നടന്നു കിട്ടും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയാൽ തന്നെയും നല്ല രീതിയിൽ രക്ഷപ്പെടുവാനുള്ള ഒരു യോഗവും ഇവരെ സംബന്ധിച്ചുണ്ട്. ചില ദോഷപരിഹാരങ്ങൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യണം. സർപ്പാരാധന കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി കദളിപ്പഴ നിവേദ്യം നടത്തുക. അതൊക്കെ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുവാനും കാരണമാകും. ഇനി ഇവരുടെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ഇനി ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്.
ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും സന്തോഷമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ 94 967 24 401 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. തീർച്ചയായും മറുപടി തരും. ഒത്തിരി ധനം സമ്പാദിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകർ അടുത്തത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർന്നത്തിനും ഇനി നല്ല സമയമാണ്. ലഗ്നത്തിൽ കുജൻ, 2-ൽ ബുധൻ, 3-ൽ ആദിത്യൻ, 4-ൽ ശുക്രൻ, 9-ൽ ശനി, 10-ൽ രാഹു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ കഴിയും. സത്കർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയം. എല്ലാ രീതിയിലും നേട്ടങ്ങളാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും. ഒരുപാട് ജീവിത വിജയം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന, വിവാഹാലോചനയുമായൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു സമയം വിവാഹം നടക്കുവാനുള്ള സമയമാണ്. അതുപോലെ തന്നെ സന്താനഭാഗ്യവും വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടവും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും വന്നു ചേരും. അതുപോലെ ചില പരിഹാരങ്ങൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യണം. ആ പരിഹാരം എന്ന് പറയുന്നത് മാസം തോറും നിങ്ങളുടെ നാളിൻ്റെ അന്ന്, നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അന്ന് ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഭഗവാന്റെ അടുത്ത് ചെന്ന് ഏത്തമിട്ട് ഗണപതി ഹോമം നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിക്കും നേട്ടത്തിനും കാരണമാകും. എല്ലാ രീതിയിലും ധനം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5-ൽ ശനി, 6-ൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ കുജൻ, 10-ൽ ബുധൻ, 11-ൽ ആദിത്യൻ, 12-ൽ ശുക്രൻ, കേതു എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് ലഭ്യമാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച വന്നു ചേരും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ആ തടസ്സവും ദുഃഖവും ദുരിതവും സങ്കടവും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇനി പോകാൻ സാധിക്കും. അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.